ഹലോ, ഇന്നത്തെ നമ്മുടെ ചടപടേ റെസിപ്പി എന്താണെന്നറിയാമോ? നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ചായക്കട സ്റ്റൈലിലുള്ള നല്ല ഒരു പഴംപൊരി. 3 സമാനം വലിപ്പമുള്ള ഏത്തപ്പഴം കൊണ്ട് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് നോക്കാമേ. മൈദ 1/2 കപ്പും പൊട്ടുപൊടി ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട്, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂണ്, ഉപ്പ് 1/4 ടീസ്പൂൺ, ഒരു 2 ചെറിയ നുള്ളു മഞ്ഞൾപ്പൊടി, എള്ള് 1/2 ടീസ്പൂൺ ലെവലായിട്ട്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാമേ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് 1/2 കപ്പും ഒരു 3 ടേബിൾ സ്പൂണും കൂടിയാണ് കേട്ടോ. നല്ല വലിയ ഏത്തപ്പഴമായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നടുക്കൂടെ ഒന്ന് മുറിച്ചിട്ട് വീണ്ടും ഓരോ പീസിനെയും 4ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ പഴംപൊരി തയ്യാറാക്കി എടുക്കുന്നത് നല്ല വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്കറിയാലോ, നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും അല്ലേ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഓരോ പീസസായിട്ട് ഈ മാവിൽ മുക്കി ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഫ്ലെയിം കുറച്ചിട്ട് അത് മീഡിയം ഫ്ലെയിമിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത്തയ്ക്കാപ്പത്തിനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു മാവ് നല്ല കട്ടിക്കാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണേ. ഈ ഏത്തയ്ക്കാപ്പത്തിൻ്റെ തന്നെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിരുന്നു. അത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണണേ. അപ്പം നമ്മുടെ അവസാനത്തെ ബാച്ച് ഏത്തയ്ക്കാപ്പം ഇടാൻ പോവുക. അങ്ങനെ ചടപടേന്ന് നമ്മുടെ ഏത്തയ്ക്കാപ്പം എല്ലാം റെഡിയായി. ഇനിയും കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് 2 ചായയും അതിൻ്റെ കൂടി ഏത്തയ്ക്കാപ്പും കൂടെ പൊളിക്കും അല്ലേ.